ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വേം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10 SS1 ആണ്, അതായത് ഹിസ്റ്ററി ടെക്സ്റ്റിൽ പാർട്ട് 2 ടെക്സ്റ്റ് ആണ്. അതിൽ 7ാമത്തെ പാഠത്തിൻ്റെ പാർട്ട് 2 സെക്ഷൻ വീഡിയോ ആണിത്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നായിരുന്നു നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് നേരിട്ട അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് എന്തുവായിരുന്നു? ആദ്യം നമ്മൾ നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹമായിരുന്നു. കാര്യം നമ്മൾ 1947 സ്വാതന്ത്ര്യത്തോടൊപ്പം നമുക്ക് ഇന്ത്യ പാക് വിഭജനവും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പ്രദേശങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ അവരുടെ സ്ഥലങ്ങളിലേക്ക്, അതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ രീതിക്കുള്ള ജനങ്ങളുടെ ഒരു യാത്ര അല്ലെങ്കിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അങ്ങനെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത് ഇന്ത്യക്കകത്ത് തന്നെ എന്താണ് വർഗീയപരമായിട്ടുള്ള ലഹളകളിലേക്കും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ട്. പലതരങ്ങളിൽ വർഗീയ ലഹളകൾ രൂപപ്പെടുന്നുണ്ട്. അത് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്, സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഫലവത്തായ ഇടപെടൽ മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം പരിഹരിക്കുന്നും ഉണ്ട്. ഇതിനിടയിലാണ് 1948 ജനുവരി 30 ഗാന്ധിജി എന്ത് ചെയ്യപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ അതിന് മുമ്പത്തെ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുന്നു. നാദിറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന പുള്ളിയുടെ വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 1948 അദ്ദേഹം മരണപ്പെടുന്നത്. ജനുവരി 30 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. അതിനുശേഷം നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, സംയോജിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ വന്നു. ഇന്ത്യ എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളായി വേർപെട്ട് കിടന്ന ഒരു പ്രദേശമാണ്. പല നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷിൻ്റെ അധീനതയിലായിരുന്നു. മറ്റതൊക്കെ 300-ലധികം എണ്ണം എന്താണ് ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഈ നിയന്ത്രണത്തിലുള്ളതും അധീനതയിലുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണമായിരുന്നു, അതിനെ എല്ലാത്തിനെയും കൂടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറി അതിനകത്തോട്ട് യോജിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നു. അങ്ങനെ നാട്ടുരാജ്യങ്ങളെയെല്ലാം എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നു. ആ ലയനത്തിന് എന്തുവാണ് സഹായകമായ വ്യക്തികളെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ VP മേനോനുമായിരുന്നു. അവരൊരു ലയന കരാറുണ്ടാക്കി. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എന്ന് പറയുന്ന ഒരു ലയന കരാർ ഉണ്ടാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്തുവാണ്, ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ലയിക്കാം, മീൻസ് ഇന്ത്യയിൽ ചേരാം. അതായത് ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ് പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ചേരാം അല്ലെ പാകിസ്ഥാനിൽ ചേരാം, അത് രണ്ടുമല്ല എങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലയന കരാറിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ആ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുടെ തന്നെ ആയിരിക്കണം. സോ ആ നാട്ടുരാജ്യങ്ങളെ ഏത് വിധേനയും ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ ലയിപ്പിക്കുന്നതിന്, ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കരാർ ഇവർ തയ്യാറാക്കുന്നത്. അതനുസരിച്ച് എന്താണ്, പ്രതിരോധവും വിദേശകാര്യവും വാർത്താവിനിമയവും എല്ലാം ഈ നാട്ടുരാജ്യങ്ങളുടെ പ്രതിരോധവും വിദേശകാര്യവും വാർത്താവിനിമയവും എല്ലാം കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്ന് നിർബന്ധിതമായി. പക്ഷേ എന്നിട്ടും ഈ പറയുന്ന കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ലാത്ത കുറച്ചു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവയൊക്കെ. പിന്നീട് അവയെ എന്ത് ചെയ്തോടെ, ഒന്നുകിൽ സൈനിക നീക്കങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് വേറെ അനുരഞ്ജന ശ്രമങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്തു, അവരെയും കൂടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ യൂണിയനിലോട്ട് ചേർത്തു, അതായത് ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ഇനി ആ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു അങ്ങനെ കുറേ എണ്ണം നമ്മൾ ചേർത്തു. അത് കൂടാതെ അപ്പോഴും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷവും ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും അധീനതയിലുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇവ കൂടി എന്ത് ചെയ്യണമായിരുന്നു, ഇന്ത്യയിൽ ചേർക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അതിനു വേണ്ടി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഫ്രാൻസ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വേണ്ടി വന്നില്ല. ഫ്രാൻസ് എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ തന്നെ ജനപ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ജനകീയ പ്രക്ഷോഭങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഫ്രാൻസ് എന്ത് ചെയ്യുന്നു, അവിടുത്തെ നിയന്ത്രണം അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ VP മേനോനെ പറ്റി പഠിച്ചു. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 1894 ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഒരു ക്ലർക്കായാണ് ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിലെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം മൂലമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, പല മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈകൾ എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ നാട്ടുരാജ്യ സംയോജനത്തിനും അദ്ദേഹത്തിൻ്റെ കൈകൾ നമുക്ക് കാണാൻ കഴിയും.
അദ്ദേഹം ഒറീസയിൽ 1952 ഗവർണറായിരുന്നു. VP മേനോനാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളുടെ കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓക്കെ, അതുപോലെ പിന്നെ എന്തുവാണ്, ഏതൊക്കെ പ്രദേശങ്ങളായിരുന്നു ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫ്രാൻസിൻ്റെ കയ്യിൽ പോണ്ടിശ്ശേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഉണ്ടായിരുന്നു. ഇവ 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. പിന്നെ ഉള്ളത് പോർച്ചുഗലിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഗോവയും ഡാമൻ ദിയു ആയിരുന്നു. അത് 1961 ഓപ്പറേഷൻ വിജയിലൂടെ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നു. പിന്നെ എന്താണ് പറ്റിയത്, ഇന്ത്യയെ ഭരണം നടത്തണമെങ്കിൽ ഇന്ത്യക്ക് എന്ത് വേണം, ഇവിടെ ഒരു ഭരണഘടന വേണം. അപ്പോൾ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു 1946. അതിൻ്റെ അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമിതനാകുന്നു. ശേഷം BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നു. ആ കമ്മിറ്റി എഴുതി തയ്യാറാക്കിയ ഭരണഘടന 1950 ജനുവരി 26 നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഭരണഘടന നിലവിൽ വരുന്നു. ഓക്കെ, ആ നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതാണ് ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ പറഞ്ഞ ആ ജനാധിപത്യ പൂർണ്ണമായ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലഘട്ടത്തിൽ ആയിരുന്നു. പിന്നെ നമ്മൾ എന്തുവാണ് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടുരാജ്യങ്ങളെല്ലാം എവിടെ ചേർത്ത്, ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ഇപ്പോൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അടുത്തടുത്തടുത്ത് ഇങ്ങനെ കിടക്കുവാണ്. അതിൽ പല ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവുന്നു, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു. അവർ പറയുന്നു അവരുടെ ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അവർക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടാക്കി തരണം എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യം ഉയർന്നു വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് എന്തുവാണ്, അതിൽ ആദ്യം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണപ്പെട്ട വ്യക്തിയാണ് പോട്ടി ശ്രീരാമലു. തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ആന്ധ്ര എന്നൊരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം നിരാഹാര സമരം നടത്തിയത്. 58 ദിവസം എന്ത് ചെയ്തു, പുള്ളി നിരാഹാരം നടത്തി. അതിനുശേഷമാണ് മരണം വരിച്ചത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് നിർബന്ധിതരാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മരണം എന്ത് ചെയ്യുന്നു, പ്രക്ഷോഭങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നു. ഒടുവിൽ ഗവൺമെൻറ്റിന് ഒരു സംസ്ഥാനം രൂപീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ 1953 ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം എന്ത് ചെയ്യുന്നു, രൂപീകൃതം ആകുന്നു. അപ്പോൾ ആദ്യം രൂപീകരിച്ചത് 1953 ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അതിനുശേഷം അപ്പം ആന്ധ്രയ്ക്ക് എന്ത് ചെയ്തു, ആന്ധ്ര എന്ന് പറയുന്ന തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ ചുമ്മാതിരിക്കുമോ, അവരെന്ത് ചെയ്യുന്നു, അവർ വീണ്ടും ഈ ആവശ്യം കൂടുതൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നു. കമ്മീഷനിലെ മറ്റംഗങ്ങൾ ഒന്ന് KM പണിക്കറും പിന്നൊന്ന് HN കുൻസ്രുവുമാണ്. ഇവരെന്ത് ചെയ്യുന്നു, കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നു. അതിലൂടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. ഇപ്പോൾ കറൻലി ഉള്ളത് എത്രയായിരുന്നു, ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ക്യാപിറ്റൽ ഉൾപ്പെടെയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി സാമ്പത്തിക മേഖല എത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് ഒരുപാട് സാമ്പത്തിക ചൂഷണങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ രീതിക്കും നമ്മൾ എന്ത് ചെയ്തു, അസംസ്കൃത വസ്തുവായാലും നമ്മുടെ കായിക ശേഷിയായാലും നമ്മുടെ മെൻ്റൽ ശേഷി, മാനസിക ശേഷിയായാലും എല്ലാം ഇവരെ ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ ഒരു കമ്പോളമായിട്ട് കാണാനാണ് അവർ എന്ത് ചെയ്തത്, നമ്മളെ ഒരു കമ്പോളമായിട്ടാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അവർ സാധനങ്ങൾ വിറ്റഴിക്കുക, ഇവിടെ കുറഞ്ഞ വിലയിൽ ഇവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കി യൂറോപ്പിൽ കൊണ്ടുപോയി നല്ല രീതിക്ക് വിൽക്കുക, അതിൻ്റെ ലാഭം അവർക്ക് തന്നെ എടുക്കുക. അങ്ങനെ എന്താണ് നമ്മളെ നല്ല രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതിനർത്ഥം പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. എപ്പോഴാണ് ഈ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അപ്പോൾ അത് ഒന്ന് ബെറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പുതിയ പരിപാടി ആരംഭിക്കുന്നത്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം എന്നാണ് അതിൻ്റെ പേര്. അതായത് സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ്. അത് നമ്മൾ ആ ഒരു ആശയം, ഈ സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഈ ഒരു ഐഡിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസിസിലാണ് നമ്മളൊരു ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രി ആയിരുന്നുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു.
ചെയർമാൻ. അതിൻ്റെ ഗുൽസാരി നന്ദയായിരുന്നു എൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നത്. പിന്നെ TD കൃഷ്ണമാചാരിയും CD ദേശ്മുഖും എന്തായിരുന്നു ഈ പറയുന്ന ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ നിലവിൽ വരുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ 1951 മുതൽ. ഓക്കെ, അപ്പോൾ 1951 മുതൽ തുടങ്ങുന്ന പഞ്ചവത്സര പദ്ധതികൾ 5 വർഷങ്ങൾക്ക് ദൈർഘ്യമുള്ള പദ്ധതികളാണ്. ഇപ്പോൾ ഓരോ പദ്ധതികളും ഓരോ ഫീൽഡ് ബേസ് ചെയ്തിട്ടാണ്, കൃഷിയെ ബേസ് ചെയ്തിട്ട്, വ്യവസായത്തെ ബേസ് ചെയ്തിട്ട്, അങ്ങനെ ഓരോ ഫീൽഡ് ബേസ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ് നിലവിൽ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അവർ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല കൂടാതെ എന്താണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഭിലായി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ രൂപീകരിച്ചതാണ്. ബൊക്കാറോ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെതാണ്. അതുപോലെ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ ഉള്ളതാണ്. ഓക്കെ, ഇനി എന്തോ പറഞ്ഞേക്കുന്നത്, അടുത്ത് നമ്മൾ പറഞ്ഞ എന്തുവായിരുന്നു, അതുകൂടാതെ നമ്മൾ അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നതും ഒരു എന്താണ്, അതൊരു ബെറ്റർമെൻറ്റിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ മാർഗ്ഗമാണ് അണക്കെട്ടുകളുടെ നിർമ്മാണം. ജലവൈദ്യുതി ലഭിക്കുന്നുണ്ട്. അതുപോലെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന മാർഗ്ഗമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നത്. അതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത് ഭദ്രാനങ്കൽ പദ്ധതിയാണ്. നമ്മൾ വിവിധോദ്ദേശ നദീതല പദ്ധതികൾക്ക് വേറെ എവിടെയോ ഒരു ചാപ്റ്ററിലെ നദികൾ, അണക്കെട്ടുകൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് 8ലോ 9ലോ എങ്ങോട്ടാണ്. നമ്മൾ ഇനി നമുക്ക് വീണ്ടും റിവിഷൻ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ റെഡിയായി വരും. കാര്യം നമ്മളിപ്പം പഴയ ടെക്സ്റ്റ് മാറിയത്, പുതിയ ടെക്സ്റ്റ് ആയത് വീണ്ടും പഠിക്കത്തില്ലേ, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇത് കുറേ കൂടെ ക്ലിയർ ആയിട്ട് വരും. ഇനി എന്തോ എഴുതിയേക്കുന്നത് നോക്കാം. ജലസേചന സൗകര്യങ്ങൾ അതുപോലെ ഓരോ മേഖലയിലും ആ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏകദേശം ഒരു 55ഓളം പദ്ധതികൾ 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചായിരുന്നു അന്നത്തെ ഗവൺമെൻറ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുറേ കൂടെ ബെറ്റർ ആയി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് 1990-കളായപ്പോഴത്തേക്ക് എന്ത് പറ്റി, സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ വ്യത്യാസം വന്നു തുടങ്ങി. അതായത് നേരത്തെ പൊതുമേഖല കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ പറ്റിയാണ്. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ വായിച്ചു നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യാവസായികവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ കാർഷിക പുരോഗതിയിലും അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർക്കും എന്താണ് പ്രധാന പങ്കുണ്ട്. നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഈ ഹരിത വിപ്ലവം. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹരിത വിപ്ലവത്തിൽ എന്താണ് വിപ്ലവം എന്ന് പറയുന്നത് MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് കാർഷിക മേഖലയിൽ വൻതോതിൽ ഉൽപ്പാദനം ഉണ്ടാക്കിയ ഒരു ടൈമാണത്. എന്തുവാണ്, നമ്മൾ അത്യുൽപാദന ശേഷി കൂടിയ വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്ത് അതുമൂലം കൃഷി ചെയ്ത് അതുപോലെ തന്നെ വേണ്ട രീതിക്ക് അതുവരെ ജൈവവളം യൂസ് ചെയ്തിരുന്നത് മാറ്റി രാസവളമൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ഉൽപ്പാദനം നല്ല രീതിയിൽ ഉണ്ടാക്കി. ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ വഴി. അതാണ് ഇവർ പറയുന്നത്. ഈ കാർഷിക മേഖലയിലും ഇതുപോലുള്ള സാങ്കേതിക വിദ്യകളും സാങ്കേതിക വിദഗ്ധരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിക്ക് പങ്കുവഹിച്ചിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്യപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അതിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിന് ആദ്യത്തെ എഴുതിയിരിക്കുന്നത് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, പിന്നെ ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, കാർഷിക മേഖലയിലെ റിസർച്ചിനായിട്ട്. പിന്നെ ഇത് ശാസ്ത്ര വ്യാവസായിക മേഖലയിലെ റിസർച്ചുകൾക്ക് വേണ്ടി. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ആരോഗ്യ മേഖല മെഡിക്കൽ മേഖലയിലുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമിതി. എന്നിട്ട് എന്തോ എഴുതിയേക്കുന്നത്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതികളുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാഭയും SN ഫട്നാക്കറും ആയിരുന്നു. അവരുടെ പിക്ചറാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. ഹോമി ജഹാംഗീർ ഭാഭ, നമ്മൾ ഹോമി ജെ ഭാഭ എന്നായിരിക്കും കേട്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ അടുത്തത് SN ഫട്നാക്കർ. അപ്പോൾ ഇവർ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. ആദ്യം പറഞ്ഞ സമിതിയില്ലേ, 3 സമിതികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞ സമിതിക്ക് നേതൃത്വം നൽകിയ ആൾക്കാരാണ് ഹോമി ജെ ഭാഭയും അതുപോലെ തന്നെ SN ഫട്നാക്കറും. ഓക്കെ,
ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്താ എഴുതിയേക്കുന്നത്? ലോകോത്തര നിലവാരത്തിലുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. അപ്പോൾ എഞ്ചിനീയറിംഗ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സമയത്ത് സ്ഥാപിതമായെന്നാണ് പറയുന്നത്. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ IIT-കൾ 5 1954-ലും 1965-നും ഇടയിൽ സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള IIT-കൾ അല്ലെങ്കിൽ IIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ നമ്മൾ സ്ഥാപിച്ചു? കാര്യം എന്താണ്? ശാസ്ത്ര സാമഗ്രികളുടെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ പാശ്ചാത്യരെ ആശ്രയിക്കരുത്. നമ്മുടേതായിട്ടുള്ള ടെക്നോളജിയിൽ നമ്മൾ എന്ത് ചെയ്തെടുക്കണം? ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പം ചന്ദ്രയാൻ 3 അല്ലായിരുന്നു അവിടെ ലാസ്റ്റ് ലോഞ്ച് ചെയ്തത്? 3 ആയിരുന്നോ 2 ആയിരുന്നോ? പെട്ടെന്ന് ചോദിക്കുമ്പോ ചന്ദ്രയാൻ 3 തന്നെ. ലാസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത ഈ ചന്ദ്രയാൻ ദൗത്യം എന്ന് പറയുന്നത് അവർ അത്രയും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എന്തുവാണ് ഓരോ സ്പേസ് മിഷൻസ് അയക്കുമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫണ്ട് വളരെ കുറവാണ്. നമ്മൾ കുറഞ്ഞ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ സ്പേസ് മിഷൻസിലോട്ട് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ L1 ഉണ്ട്, ഇനി ഭാവിയിൽ നമുക്ക് ഗഗൻയാൻ വരാൻ കിടക്കുന്നു. ഇതെല്ലാം സാധാരണ നാസയുണ്ട്, അതുപോലെ തന്നെ റഷ്യയുടെ ഏജൻസി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓരോ ദൗത്യങ്ങൾ അയക്കുന്നുണ്ട്. അതിന് ചിലവാകുന്ന എമൗണ്ടിനെക്കാട്ടിയും കുറഞ്ഞ ചിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫലപ്രദമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്പേസ് റിലേറ്റഡ് ഇത് ചെയ്യുന്നുണ്ട്, അതായത് റിസർച്ചുകൾ ചെയ്യുന്നുണ്ട്, അത് വിജയിക്കുന്നും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നലെയോ 15-ാം തീയതി എങ്ങാണ്ട് നമ്മളെ ആക്സിയം 4 മിഷൻ്റെ ആയിട്ട് പോയ 4 പേരിൽ ഒരാളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ശുഭാംശു ശുക്ല ഉണ്ടായിരുന്നു. പുള്ളി തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ ഇനി പുള്ളിയുടെ ഈ വന്നവരുടനെ ഗുരുത്വാകർഷണ ഇല്ലാത്ത സെക്ഷനിൽ നിന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്നിട്ട് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചുകൾ അവർക്ക് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള വേണ്ട ഒരു സെൻറ്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി ഒരാഴ്ചത്തെ അവിടെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഓക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ഗഗൻയാൻ ദൗത്യം ത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അത്രയും രീതിക്ക് നമ്മൾ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞത് നമ്മൾ ആ പറയുന്ന വിജ്ഞാനത്തിൻ്റെയും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയമേ ഇപ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ കാലുകുത്തിയ രാജ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്തരത്തിലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. IIT-കൾ ഉണ്ടാക്കുന്നു, അതുപോലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുന്നു. അതെല്ലാം ഇതിൻ്റെ ബേസിസ് ആണ്. ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നമുക്കിപ്പോഴും അവരെ ആശ്രയിക്കേണ്ടി വന്നനെ. നമുക്ക് ഈ പറയുന്ന വിജ്ഞാനങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക സാമഗ്രികൾക്കും നമ്മളൊന്നിനും അവരെ ആശ്രയിക്കുന്നില്ല എന്ന് അല്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്പേസ് റിസർച്ചിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിസ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിലേക്ക് നയിച്ചത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിലും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? വൻ നേട്ടം കൈവരിച്ചു. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ രീതിയിൽ നേട്ടം കൈവരിച്ച ഒരു രാജ്യമാണ്. നമ്മൾ എല്ലാ മേഖലയിലും നമുക്ക് എന്തുണ്ട്? ഈ പറയുന്ന കണക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുന്നത് വഴിയാണ് ആ മേഖല എന്ത് ചെയ്യുന്നത്? ബെറ്റർ ആവുന്നത്. നമ്മളൊരു മേഖല ഇപ്പോൾ AI പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം.
ഫസ്റ്റ്ലി. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത സ്ഥാപനങ്ങളിലേക്കും അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ പരിപാടികളിലേക്കും കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യമായിട്ടും ഗതാഗതമായിട്ടും സമുദ്ര ഗവേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്ന് അത് പഠിച്ച് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ ഫർദറിനൊരു കമ്പനിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് അതിനെ മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം അത് ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണമെങ്കിലേ അതൊന്ന് പഠിച്ച് റെഡിയാക്കിയിട്ട് അടുത്തൊരു ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇനി എന്താ എഴുതിയേക്കുന്നത്, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവുമാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമുള്ള കണക്കുകളിൽ നമുക്ക് എന്നായിരുന്നു ഫസ്റ്റ് ആര്യഭട്ട പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിന് ശേഷം ഓക്കെ പറയാം, ചുമ്മാ ആദ്യമേ പറയണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി രൂപീകൃതമാകുന്നത് 1962 ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ഇതിന്റെ കീഴിലായി. അപ്പോൾ ആദ്യം ഉണ്ടായത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയായിരുന്നു. പിന്നെ അത് ISRO ആയി തീരുന്നത് പിന്നീടാണ്. ISRO രൂപീകരിക്കപ്പെടുന്നത് അത് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെയാണ്. എല്ലാ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ആരുടെ അണ്ടറിലാവുന്നത്, ഈ ISROയുടെ അണ്ടറിലാവുന്നത്. ഓക്കെ. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടാണ്? തുമ്പ ആണ്. അതെവിടാണ്? തിരുവനന്തപുരം, കേരളം. ഓക്കെ. ഇനി എന്താ എഴുതിയേക്കുന്നത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. മറ്റേ PSLV അങ്ങനെ SLV എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വിക്ഷേപണ വാഹനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആര്യഭട്ട എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹമാണ്. 1975 വിക്ഷേപിച്ചതാണ്, വിജയകരമായി വിക്ഷേപിച്ചതാണ് 1975. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിക്ഷേപണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വിക്ഷേപണ വാഹനങ്ങളും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമേ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇത്രയധികം ബെറ്റർ ആയോ എന്നാണ് പറയുന്നത്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അവ താഴെ തന്നിരിക്കുന്നവയാണ്. അതിനകത്ത് ഉള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഉണ്ട്, അതുപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നും പറഞ്ഞൊക്കെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അത് വിക്ഷേപിക്കുന്നതിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങളാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, അതുപോലെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇവിടെ ആര്യഭട്ടയുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം തുടങ്ങിയതിന് ശേഷം തന്നെ ഒന്നിലധികം മിസൈലുകളുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എണ്ണത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നുള്ളൂ. ഒരു KA-6 എങ്ങാണ്ട് ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എന്തോ ബാലിസ്റ്റിക് മിസൈലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, KA-6 എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ അതെന്ത് വരുന്നു, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പലതരത്തിൽ നിന്നുള്ള മിസൈലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. ഈ KA-6 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മിസൈലുകളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്, വിമാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള മിസൈലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് വിജയകരമായി പരീക്ഷിക്കുന്നും ഉണ്ട്. അപ്പോൾ മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, കൈവരിച്ചിട്ടുണ്ട് പുരോഗതി. അതുപോലെ ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, അതുപോലെ പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജാരാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം. രാജാരാമണ്ണയാണ് ഈ പിക്ചറിലുള്ളത്, ഡോക്ടർ രാജാരാമണ്ണ. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം താഴെയുടെ ഉണ്ട്, ഇതാണ് APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ആണവരംഗം എന്ന് പറയുമ്പോൾ ഇതുപോലെ എന്താണ്,
മിസൈലുകൾ നിർമ്മാണം അങ്ങനെയുള്ളതൊക്കെയാണ് ഈ പറയുന്ന ആണവ രംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാ ഇവരെ പറ്റി ഒരു ബോക്സ് കൊടുത്തിരിക്കും, നമുക്ക് വായിച്ചു നോക്കാം. വിക്രം സാരാഭായിയുടെ കാര്യം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, ISRO ഒക്കെ വരുന്നത്. അപ്പോൾ ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ആര്, വിക്രം സാരാഭായി എന്ന് പറയുന്നത്. ആണവശാസ്ത്ര മേഖലയിലും അതുപോലെ തന്നെ ഏത് മേഖലയിലും, ബഹിരാകാശ മേഖലയിലും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളി പലതരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. അപ്പോൾ ആദ്യം അവിടെ നിന്ന് പഠിച്ചിട്ട് വന്ന അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഫിസിക്സ് പ്രൊഫസറും അതുപോലെ തന്നെ ലബോറട്ടറി ഡയറക്ടറുമായിരുന്നു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഈ തുമ്പയുടെ പ്രത്യേകത എന്തുവായിരുന്നേ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അങ്ങനെയല്ലേ പഠിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. തിരുവനന്തപുരം, കേരളത്തിലാണ്. ഓക്കെ, തുമ്പയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് എന്ത് പേര് കൊടുത്തു, വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ. നമ്മളത് തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിനെ നമ്മൾ VSSC എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്, വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്നാണ്. ഓക്കെ, അത് ആരോടുള്ള ആദര സൂചകമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഈ പറയുന്ന വിക്രം സാരാഭായിയുടെ ആദര സൂചകമായിട്ടാണ് നമ്മൾ ഈ തുമ്പയിലുള്ള എന്താണ് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് VSSC അഥവാ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പേര് പിന്നെ മാറ്റിയായിരുന്നു അവിടെ, VSSCയുടെ പേര് ചേഞ്ച് ചെയ്തെന്നൊക്കെ തോന്നുന്നു. VSSC അടിച്ചു പോകാൻ വരുന്നോന്നറിയത്തില്ല. It was renamed as honored to Vikram Sarabhai, often recognized as the father of Indian space program. Director of change ഇല്ലല്ലോ. അപ്പോൾ ഏതിൻ്റെ പേരാ മാറ്റിയത്? VSSCയുടെ പഴയ പേരെന്ത് വരുന്നത്, ഇക്കറ്റോറിയൽ, ഇതായിരുന്നു തുമ്പ ഇക്കറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു ആദ്യത്തെ പേര് ഈ പറയുന്ന തുമ്പയുടെ. ഓക്കെ, അത് പിന്നീടാണ് VSSC അഥവാ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന് മാറ്റിയത്. ഓക്കെ, ആദ്യ ഡയറക്ടർ മൂർത്തിയെ നിരമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും ഒന്നിൻ്റെയും പേര് മാറ്റിയതിൽ എന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തന്നെയാണ് കറണ്ട് പേര്. നേരത്തെ പേര് എന്തുവായിരുന്നടേ, ഇതല്ലേ വിക്രം സാരാഭായ്. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇതിപ്പോൾ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ISROയുടെ സൈറ്റാണ്. ISRO ഒന്ന് വായിക്കാം. അതിന് മുമ്പ് അതിൻ്റെ പേര് ഇവിടെ കാണാം. ഇത് അവരെ വിക്ഷേപിച്ച കാര്യങ്ങളും കഥയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSCയുടെ കാര്യമാണ്. വായിച്ചിട്ട് പോകാം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC ട്രിവാൻഡ്രം ഈസ് ദ ലീഡ് സെൻറ്റർ ഓഫ് ISRO റെസ്പോൺസിബിൾ ഫോർ ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി. അതായത് വിക്ഷേപണ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രമാണിത്. അതുപോലെ സെൻറ്റർ പെർസ്യൂസസ് ആക്ടിവിറ്റി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് astronautics, avionics, materials, mechanisms, vehicle integrations, chemicals, propulsions, അതുപോലെ സ്റ്റേജ് സെപ്പറേഷൻ സിസ്റ്റംസ്, സ്ട്രക്ചേഴ്സ്, സ്പേസ് ഫിസിക്സ് ആൻഡ് സിസ്റ്റം റിലയബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സെന്റർ ചെയ്യുന്നുണ്ട്. എന്താണ് ഡെവലപ്മെന്റൽ ഫീൽഡുകളിൽ എന്തുവാണ് മെക്കാനിസംസ് ഉണ്ട്, വെഹിക്കിൾസ് അതായത് ഈ വിക്ഷേപണ വാഹനങ്ങളുടെ കാര്യങ്ങളുണ്ട്, കെമിക്കൽസിൻ്റെ കാര്യമുണ്ട്, പ്രൊപ്പൽഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെന്താണ്, ദ സെൻറ്റർ അണ്ടർടേക്സ് ക്രൂഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസൈൻ, മാനുഫാക്ചറിങ്, അനലൈസിസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് റിലേറ്റഡ് ടു ദ റിയലൈസേഷൻ ഓഫ് സബ്സിസ്റ്റംസ് ഓഫ് ദ ഡിഫറെൻറ്റ് മിഷൻസ്. അതായത് ഓരോ ദൗത്യത്തിൻ്റെയും കുറേ സബ് മിഷൻസ് കാണും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഡിസൈൻ, അതുപോലെ അതിൻ്റെ നിർമ്മാണം, അതിനെ അനലൈസിങ്, അതുപോലെ അതിന് വേണ്ട ചേഞ്ച് ഡെവലപ്മെൻ്റ് എല്ലാം ചെയ്യുന്ന ഇവരാണ്. അതുപോലെ എന്താണ് പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ, ടെക്നോളജി ട്രാൻസ്ഫർ, ഇൻഡസ്ട്രി കോർഡിനേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി, ഇതെല്ലാം ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓൾ സിവിൽ വർക്ക്സ് റിലേറ്റഡ് ടു ദ സെൻറ്റർ ഈസ് ഓൾസോ ക്യാരിഡ് ഔട്ട്. അതായത് ഈ പ്രവർത്തനം നടക്കുന്നതിൻ്റെ പ്ലാനിങ്, അതെങ്ങനെ നടത്തുന്നു, എക്സിക്യൂഷൻസ് ഉണ്ട്, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് വർക്കാവുന്നത്, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ദ സെൻറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് auxiliary services for support. അതുപോലെ VSSC has extension
സെൻറ്റേഴ്സ് അറ്റ് വലിയമല ഹൗസിംഗ് മേജർ ഫെസിലിറ്റീസ് ഓഫ് മെക്കാനിസംസ്. വലിയമലയിലൊരു സെൻറ്റർ ഉണ്ട്, അവിടെ മെക്കാനിക്സ് ബേസിക് ഫെസിലിറ്റീസ് ഓഫ് മെക്കാനിസംസ് ആണ് അവിടെ വരുന്നത്. വെഹിക്കിൾസ് ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് അറ്റ് വട്ടിയൂർഗാവ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പോസിഷൻസ്. അങ്ങനെ 2 എണ്ണം പറയുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിന് എക്സ്റ്റൻഷൻ ആണ് എന്ന് വെച്ചാൽ 2 സ്ഥലങ്ങളിൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ചെയ്തിട്ടുണ്ട്. VSSCയുടെ തുമ്പയാണ് അതിൻ്റെ മെയിൻ സെൻറ്റർ. അത് കൂടാതെ ഉള്ള സെൻറ്റേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് വലിയമലയും ഒന്ന് വട്ടിയൂർഗാവ്. ആൻഡ് ദ അമോണിയം പെർക്ലോറേറ്റ് എക്സ്പെരിമെൻ്റൽ പ്ലാന്റ് ഹാസ് ബീൻ സെറ്റപ്പ് ബൈ VSSC അറ്റ് ആലുവ നിയർ കൊച്ചി. കൊച്ചിയിൽ ഒരു APEP അഥവാ അമോണിയം പെർക്ലോറേറ്റ് എക്സ്പെരിമെൻ്റൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആലുവയാണ്. ദ മേജർ പ്രോഗ്രാംസ് അറ്റ് VSSC ഇൻക്ലൂഡ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്, അതായത് PSLV ആണ് ഇവർ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLV. അതായത് ഏതോ ജോഗ്രഫിക്കകത്ത് പഠിച്ചില്ലായിരുന്നേ, ഭൗമസ്ഥിര ഉപഗ്രഹങ്ങളെന്ന് പറഞ്ഞ് പഠിച്ചില്ലായിരുന്നു. അതാണ് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്. അത്തരം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നതിനുള്ള വാഹനങ്ങളാണ് ഈ GSLV എന്ന് പറയുന്നത്. അതുപോലെ രോഹിണി സൗണ്ടിങ് റോക്കറ്റ്സ് ആസ് വെൽ ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്, GSLVയുടെ കാര്യം തന്നെ പറയുന്നത്. പിന്നെ MK3 എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ്, അതായത് അതൊരു നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. റീയൂസബിൾ ആയിട്ടുള്ള സാധാരണ ലോഞ്ച് വെഹിക്കിൾസ്. എന്തിനാണ് ഈ ലോഞ്ച് വെഹിക്കിൾസ്? അതായത് വിക്ഷേപണ വാഹനങ്ങൾ. നമുക്കൊരു സാറ്റലൈറ്റിനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് ഈ പറയുന്ന വിക്ഷേപണ വാഹനങ്ങളെന്ന് പറയുന്നത്. അത് പിന്നെ തിരിച്ചു വരത്തില്ല, അതങ്ങ് കത്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ട്, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ട് ഇത് തിരിച്ചു വരും. അത്തരത്തിലുള്ള ലോഞ്ച് വെഹിക്കിൾസും എന്ത് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വർക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾസ് ഉണ്ട്. എയർ ബിൽത്തിങ് പ്രൊപ്പൽഷൻ ആൻഡ് ക്രിട്ടിക്കൽ ടെക്നോളജീസ് ടുവേഴ്സ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. അതായത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിക്കവാറുള്ള അതിനൊരു വിക്ഷേപണ വാഹനമാണല്ലോ വേണ്ടത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇവരുടെ കൺട്രോളിൽ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VSSCയുടെ കാര്യം പറഞ്ഞാണ് നമ്മൾ അങ്ങ് വരെ പോയത്. നമുക്ക് വേണ്ട എന്ത് വരുന്നു, നമ്മളിനി പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പോകും. ഓക്കെ, ഇനി അടുത്ത ആൾ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. പുള്ളി അറിയാത്തവരാരും കാണത്തില്ല. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അതുപോലെ ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഗവേഷണ വാഹിനികൾ അഥവാ SLV-3 അതുപോലെ PSLV ഒക്കെ വികസിപ്പിച്ചതിലൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അഗ്നിച്ചിറകുകൾ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ പോകുന്ന ഒരു ബുക്കാണ്. ഓക്കെ, പിന്നെന്തുവായിരുന്നു അദ്ദേഹത്തെ പറ്റി? പിന്നെന്തോ ഒരു പോയിന്റ് പറയാനുണ്ടല്ലോ. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ഏതോ ഒരു ദ്വീപിന് അദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? അബ്ദുൽ കലാം ദ്വീപ് എന്ന് പറഞ്ഞ്, അത് തന്നെ അബ്ദുൽ കലാം ഐലൻഡ് എന്നും പറഞ്ഞ് ഒരെണ്ണമുണ്ട്. ഇവിടെയൊന്നും വായിച്ചാൽ ശരിയാവത്തില്ല. Kalam Island. Abdul Kalam Island, formerly known as Wheeler Island, is located in the Bhadrak district of ഭദ്രാക്ക് ഡിസ്ട്രിക്റ്റ് ഓഫ് ഒഡീഷ. ഈ ഒഡീഷയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതിന് വീലർ ദ്വീപ് എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീടാണ് അബ്ദുൽ കലാം ദ്വീപ് എന്നാക്കിയത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ അബൌട്ട് 10 kilometers off the eastern coast of the India and approximately 70 kilometers south of ചണ്ഡീപൂർ. അതായത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ്. അത് ഒഡീഷ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയും അതുപോലെ തന്നെ ചണ്ഡീപൂരിൻ്റെ തെക്ക് ഭാഗത്ത് നിന്നും ഒരു 70 കിലോമീറ്റർ മാറിയാണ് കാണപ്പെടുന്നത്. ഏകദേശമാണ്. The island is the missile testing facility operated by the Defense Research and Development Organization DRDO. അത് അടുത്ത സ്ഥാപനമാണ്. അത് വരത്തേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്തൊരു ഒരു സ്ഥാപനങ്ങളാണ് നമുക്ക് ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO. അപ്പം DRDO മിസൈൽ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാൻഡാണ് ഈ പറയുന്ന
വീലർ ദ്വീപ് എന്ന് പറയുന്നത്. അത് കറൻ്റ്ലി ഇപ്പോൾ അറിയപ്പെടുന്ന എന്താണ്, അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്താണ് കാണിച്ചിരിക്കുന്നത്. മറ്റേ എന്തുവാ, കുറച്ച് ടെക്നിക്കൽ പ്രശ്നം കാണും, കാരണം അതൊരു കൺസേർവ്ഡ് ഏരിയ ആണ്. അതുകൊണ്ട് അതിൻ്റെ മാപ്പിൽ പോയി നോക്കുന്നത് അത്ര നല്ലതല്ല. സോ അതുകൊണ്ട് നോക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ അബ്ദുൽ കലാമിൻ്റെ കാര്യം ഓക്കെ അല്ലേടെ. നമ്മൾ 2 പേരുടെ കാര്യമാണ് പറഞ്ഞത്. വിക്രം സാരാഭായി, നമ്മുടെ VSSC എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ മീൻസ് ആദരസൂചകമായാണ് VSSCക്ക് ആ പേര് കൊടുത്തത്. അതിന് മുമ്പ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്റർ എന്നോ അങ്ങനെ എന്തുവായിരുന്നു അതിൻ്റെ പേര് അല്ലേടെ. തുമ്പ ഇക്വറ്റോറിയൽ നേരത്തെ നോക്കിയതല്ലായിരുന്നോ അത്? ഓൾഡ് നെയിം ഓഫ് VSSC, ഓൾഡ് നെയിം ഓഫ് VSSC തുമ്പ ഇക്വറ്റോറിയൽ ലോക്കൽ ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു. ട്രയൽസ് എന്ന അങ്ങനെ എന്തുവാണ് വായിക്കുന്നത്. അതിന് തുമ്പ ഇക്വറ്റോറിയൽ ലോക്കൽ ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു പേര്. കറൻ്റ്ലി ഇപ്പോൾ എന്താണ് VSSC എന്നാണ് അറിയപ്പെടുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ അതിൽ. പിന്നെന്തോ പറഞ്ഞത് നമ്മൾ. ഓക്കെ, പിന്നെ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. പുള്ളി എന്തുവാണ് പുള്ളി എന്തുവാണ് ഈ പറയുന്ന ആണവ മേഖലയിലാണ് അല്ലെങ്കിൽ മിസൈൽ സാങ്കേതിക വിദ്യയിലാണ് കൂടുതൽ എന്താണ് കഴിവ് തെളിയിച്ചിരുന്നത്. നമ്മുടെ PSLV SLV3 നിർമ്മാണത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് ചാന്ദ്രയാൻ മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ചാന്ദ്രയാൻ എന്തുമായിരുന്നു, ചന്ദ്രനിലേക്കുള്ള ദൗത്യമായിരുന്നു. പിന്നെ മംഗൾയാൻ എന്ന് പറയുന്നത് ചൊവ്വയിലേക്കുള്ള ദൗത്യമല്ലായിരുന്നോ മംഗൾയാനൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായത് കാരണം ഓർമ്മയില്ലേ ഏതിലോട്ടാണെന്ന്. ലോഞ്ച് ഡേറ്റ് 2013 മാർസ് ഓർബിറ്റൽ ചൊവ്വയിലോട്ടുള്ള ദൗത്യമായിരുന്നു മംഗൾയാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ള ഏതായിരുന്നു? ഇപ്പോൾ കറൻ്റ്ലി ചന്ദ്രയാൻ 3 ലാസ്റ്റ് അയച്ചു. പിന്നെ ആദ്യത്തെ L1 എന്ന് പറയുന്നത് സൂര്യൻ്റെ കൊറോണയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ച മിഷനാണ്. അതുപോലെ എന്താണ് അത് സൂര്യൻ്റെ എന്തോ ഒരു പൊസിഷൻ പറയുന്നുണ്ട്. ആ ഒരു പൊസിഷൻ വരെ പോകത്തുള്ളൂ, അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, കൊറോണയെ പറ്റി പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ വിട്ടിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി പിന്നെ എന്തുവാണ് ഇനി വരാൻ പോകുന്ന ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ശുഭാംശു ശുക്ലയെ നമ്മൾ ആക്സിയം 4 ബഹിരാകാശ നിലയത്തേക്ക് അയച്ചത്. അദ്ദേഹമാണ് ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ. ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ രാകേഷ് ശർമ്മയായിരുന്നു. ഓക്കെ, അതൊക്കെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വന്ന കഥയാണ്. ഓക്കെ, ഇതിപ്പോൾ പഴയ ബുക്ക് തന്നെയാണ് ഈ കഥയൊന്നും ഇതിൽ പറയാത്തത്. ഓക്കെ, പുതിയ ബുക്ക് വരുമ്പോഴത്തേക്ക് ഈ സാങ്കേതിക മേഖലയിൽ ഒരുപാട് കണ്ടന്റ് അഡീഷണൽ കാണും. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അപ്പോൾ 2008 സ്റ്റാർട്ട് ചെയ്യുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകത്തെ എത്തിക്കുന്ന രാജ്യമായി ആര് മാറി? ഇന്ത്യ മാറി. അപ്പോൾ എന്ത് ചെയ്തു? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന കാര്യത്തിനായിരുന്നു ആദ്യം എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 2008 ചന്ദ്രയാനിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയാൽ മതിയായിരുന്നു. പിന്നെ അടുത്തടുത്ത് ഇപ്പോൾ കറൻ്റ്ലി 2023 നമ്മൾ ചന്ദ്രയാൻ 3 മിഷൻ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചന്ദ്രൻ്റെ എവിടെയാണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലെങ്ങാണ്ടല്ലേ ലാൻഡ് ചെയ്തത്. ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രിയോ അതോ 4th കൺട്രിയോ അങ്ങനെ എന്തോ അല്ലായിരുന്നു അവിടെ. എനിക്ക് ഈ ചില കാര്യം വരുമ്പോഴത്തേക്ക് ഡൗട്ടാവും. വെയിറ്റ്, ക്ലിയർ ചെയ്തിട്ട് പോവാം, ഒരു പ്രശ്നമില്ല. ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ മിഷൻ സോഫ്റ്റ് ലാൻഡിംഗ് വീഡിയോ 20 ഓഗസ്റ്റ് 20 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്തു. ഷെഡ്യൂൾഡ് ഫോർ സ്റ്റാൻഡേർഡ് ടൈം ലോഞ്ച് ചെയ്തു. ലാൻഡ് ചെയ്ത് എന്നായിരുന്നു 2023 ജൂലൈ 6 ദ ലോഞ്ച് ഈസ് ഷെഡ്യൂൾഡ് ഫോർ ജൂലൈ 14 വേണ്ടി ഷെഡ്യൂൾ ചെയ്തു. എന്താണ് LVM-3 M4 വെഹിക്കിൾ സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ചന്ദ്രയാൻ 3 ഇൻടു ദ ഓർബിറ്റ്. ഭ്രമണപഥത്തിൽ എത്തിച്ചു. ചന്ദ്രയാൻ 3 ഈസ് ഇൻ ഇറ്റ്സ് പ്രഷ്യസ് ഓർബിറ്റ് ഹാസ് ബിഗൺ ഇറ്റ്സ് ജേർണി ടു മൂൺ ആൻഡ് ഹെൽത്ത് ഓഫ് ദ എയർക്രാഫ്റ്റ് ഈസ് നോർമൽ. നമ്മൾ ഈ കഥ വായിക്കാൻ എടുക്കുമ്പോഴേ ഏതെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റ്, ഇത് ISROയുടെ സൈറ്റാണ്. ഇതിൽ ഇനിയിപ്പം അവർ തരുന്ന കണ്ടന്റിൽ നമുക്ക് എന്തില്ല, ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കണ്ടന്റാണ്. നമുക്ക് എന്താണ് നമുക്ക് വിശ്വസിച്ച് പഠിക്കാൻ പറ്റുന്ന കണ്ടന്റാണ്. ഓക്കെ, അല്ലാതെ
ഉള്ള കണ്ടന്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അപ്പോൾ 14-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സംഭവം ലോഞ്ച് ചെയ്ത് അങ്ങ് എത്തുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. ലോഞ്ച് ഷെഡ്യൂൾഡ് ഫോർ 14th 2023 ആണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ലോഞ്ച് റിഹേഴ്സൽ നടന്നു 11-ാം തീയതി. പിന്നെ എന്തുവാണ്, 14-ാം തീയതി ലോഞ്ച് ചെയ്യുന്നു. 15-ാം തീയതി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ദൂരം കൂട്ടി ദൂരം കുറച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻസേർട്ടഡ് ഇൻ ദ ഓർബിറ്റിൽ, അടുത്ത ഓർബിറ്റിലാവുന്നു. ഇൻസേർട്ടഡ് ഇൻ ദ ലൂണാർ ഓർബിറ്റിൽ വരുന്നത് August 5-ാം തീയതി. ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് ഇൻ ടു ദ ലൂണാർ ഓർബിറ്റ്. ചന്ദ്രൻ്റെ ഓർബിറ്റിൽ വരുന്നു. ദ ഓർബിറ്റ് അച്ചീവ്ഡ്, അത് അതിൻ്റെ ഇതാണ് എന്താ വെച്ചാൽ ഏത് കിലോമീറ്റർ എത്ര സ്പീഡിൽ എത്ര ഇത് ആ ഒരു കണക്കിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ്, സക്സസ്ഫുള്ളി LBN ലൂണാർ LBN-2 ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് സ്പേസ് ക്രാഫ്റ്റ് ഈസ് ഓർബിറ്റൽ. ചന്ദ്രയാൻ 3 വീഡിയോ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഓർബിറ്റ് ഈസ് റെസ്ക്യൂഡ് വീണ്ടും, അതായത് കൂട്ടിയും കുറച്ചും എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റഡ് ഫ്രം ദ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ഡീ ബൂസ്റ്റിംഗ് പ്ലാന്റ് ഫോർ August 18, 2000 ഇത് എന്ത് ചെയ്യുന്നു, റീച്ച്ഡ് എത്തി എന്നാണ് ഇപ്പുറത്ത് August 23 റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് U2 ചന്ദ്രയാൻ 3 ഹാസ് സക്സസ്ഫുള്ളി സോഫ്റ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ എന്നാണ് പറയുന്നത്. എന്നായിരുന്നു, 2023 August 23 എന്ന് എവിടെ റീച്ച് ചെയ്തത്, ചന്ദ്രനിൽ എത്തുന്നത്, സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്തേക്കുന്നത്, അത് എന്താണ് തന്ന മെസ്സേജാണ് ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് U2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ചന്ദ്രയാൻ 3 റോവർ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഫോർ മൂൺ. ദ ചന്ദ്രയാൻ 3 റോവർ റാംഡ് ഡൗൺ ഫോർ ദ ലാൻഡർ ആൻഡ് ഇന്ത്യ ടുക്ക് എ വാക്ക് ഓൺ ദ മൂൺ, മോർ അപ്ഡേറ്റ്സ് സൂൺ എന്ന് പറഞ്ഞാണ്. അതായത് ആ റോവർ അവിടെ ഇറങ്ങി. രണ്ട് സംഭവങ്ങൾ എങ്ങാണ്ടാണ് ഉണ്ടായിരുന്നതിനകത്ത്, ഡീറ്റെയിൽ ആയിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ആൻഡ് ഒബ്സർവേഷൻ ഫ്രം ദ കാസറ്റ് പേലോഡ് ഓൺവേർഡ് വിക്രം ലാൻഡർ, അതിൻ്റെ ഫസ്റ്റ് ഒബ്സർവേഷൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെന്തുകൊണ്ട്, കമ്മ്യൂണിക്കേഷൻ, അതായത് അവിടെ എന്താണ് ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ചന്ദ്രനിൽ അടിക്കുന്ന സൂര്യപ്രകാശത്തിലാണ് ഈ പറയുന്ന ഈ ലാൻഡ് ചെയ്ത സാധനം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ആ ഒരു 14 ദിവസം എങ്ങാണ്ട് സ്ലീപ്പ് പോയിട്ട് വീണ്ടും അത് ഉണർന്നിട്ടില്ല, ആ സാധനം വർക്കായിട്ടില്ല, അതാണ് പറ്റിയത്. അപ്പോൾ അതിൻ്റെ കഥയാണ് കൊടുത്തേക്കുന്നത്. ചന്ദ്രയാൻ 3യുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പേലോഡ് എത്ര പേലോഡ് ഉണ്ടായിരുന്നു, ഏതൊക്കെയായിരുന്നു പേലോഡ്, എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുമാത്രം പോകുന്നുണ്ട്, മാസമുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തറിയണമെങ്കിൽ ഇതിനകത്ത് കയറി നോക്കിയാൽ മതി. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുനിന്ന് കിട്ടും. ഓരോരോ എന്തൊക്കെ മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു, അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതെല്ലാം. ഓക്കെ, അതാണ് ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം ഇവിടെ നിന്ന് ഇത് കൂട്ടി വന്നിട്ട് എന്ത് ചെയ്യും, അത് ഇജക്ട് ചെയ്ത് ലൂണാർ ഓർബിറ്റിൽ വരും. ആ ഓർബിറ്റിൽ വലിയ ഓർബിറ്റിലായിരിക്കും വരുന്നത്. അവിടെ നിന്ന് ഓർബിറ്റിൽ കുറഞ്ഞാണ് എന്ത് ചെയ്തേക്കുന്നത്, ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കാൻ വന്നത് ഇത് സൗത്തിൽ ലാൻഡ് ചെയ്തതാണോ എന്നുള്ളതാണ്. മോഡിഫൈഡ് സൗത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. സൗത്തിൽ ലാൻഡ് ചെയ്യുന്നത് സോഫ്റ്റ് landing on the pole of lander Vikram successfully achieved soft landing on the moon south pole on August 23, 2023. The historical landing made India the first nation to achieve soft landing near the lunar south pole and the fourth country overall to successfully soft landed on the moon. അതാണ് 4ാമത്തെ കൺട്രി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം ആവുകയും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാവുകയും ചെയ്തു. അങ്ങനെ ഒരു അച്ചീവ്മെൻ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതൊന്നും ചെക്ക് ചെയ്യാൻ വന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും അഡീഷണൽ കാണുമ്പോഴത്തേക്ക് അത് ചെക്ക് ചെയ്ത് അങ്ങ് പോകുന്നതാണ് ഞാൻ. അത് ഇച്ചിരി എന്താണ് അറിയാനുള്ള ആകാംക്ഷ കൂടിയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഈ ഡിലേ വരുന്നത്. ഓക്കെ, നിങ്ങളിതുപോലെ എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. നമ്മൾ ചെക്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളത് മറക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഓക്കെ, അപ്പോൾ എന്താ എഴുതിയേക്കുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചന്ദ്രയാൻ്റെ കാര്യമാണ്. ജസ്റ്റ് അതിൻ്റെ ഓർബിറ്റിൽ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന നമ്മൾ ഇപ്പോൾ എവിടെ ലാൻഡ് ചെയ്തു, അതിൻ്റെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രി എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അത്രയും ബെറ്ററായിട്ടാണ് നമ്മുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ബഹിരാകാശ ഗവേഷണ രംഗം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമെന്ന ഖ്യാതി മംഗൾയാനാണ്. അതായത് ചൊവ്വ നമ്മളെ നിന്ന് ഒരുപാട് ദൂരെയാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് അടുത്താണ്.
ചൊവ്വ നല്ല ദൂരെയാണ്. എന്നിട്ട് അവിടെ അവിടം വരെ എത്താൻ ഈ പറഞ്ഞ മംഗൾയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ ഒരുക്കുകയാണ് ഇന്ത്യ. ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കറന്റ് വരാനായിട്ട് ഒരുപാട് മിഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്കിനി വരാൻ പോകുന്നത് ഗഗൻയാനാണ്. ഓക്കെ അല്ലേടാ, ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതിനെ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇച്ചിരി ലാഗ് വരുമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമൊന്നും കാണാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? വിദ്യാഭ്യാസ രംഗമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഓരോ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഓരോ മേഖലകൾ നേരിട്ട പ്രതിസന്ധികൾ, അതിനെ നമ്മൾ എങ്ങനെ മറികടന്നു, അതായിരുന്നു ആദ്യ സെക്ഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഓരോ മേഖലകളിൽ, അതായത് സാമ്പത്തിക മേഖലയിൽ എങ്ങനെ ചേഞ്ച് വന്നു, അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എന്തൊക്കെ ചേഞ്ച് വന്നു, ഇതാ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചേഞ്ച് വന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അതെ, ക്ലാസ് മുറികളിലാണ് ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്ലാസ് മുറികളിൽ അത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം, അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ ആരാ? ഡോക്ടർ D.S. കോത്താരിയാണ് പറഞ്ഞേക്കുന്നത്. ആരാണ് പുള്ളി എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളെപ്പറ്റി, നമ്മുടെ കൾച്ചറിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, ഇവിടെ സ്കൂളുകൾ സ്ഥാപിച്ചത്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. മീൻസ് അവർക്ക് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഇവിടെ സ്ഥാപിച്ചത് സ്കൂളുകൾ. കാര്യം നമ്മുടെ സംസ്കാരം മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ത്യക്കാരായിട്ടുള്ള, എങ്കിൽ ബ്രിട്ടീഷുകാരുടെ സ്വഭാവമുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാനും ഒരു ഇന്ത്യക്കാരന് നേർ വെടിയുതിർക്കാൻ വരെ അവരെ പ്രാപ്തരാക്കാനും അവർക്ക് കഴിയത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ എന്ത് ചെയ്തത്, ബ്രിട്ടീഷ് മിഷണറീസ് അവിടെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചത്. ആദ്യം പഠിച്ച ഏതോ ഒരു ചാപ്റ്റർ നമ്മളത് പറഞ്ഞതാണ്. അതിനുശേഷം ഇന്ത്യയിൽ നമ്മൾ ഈ ചാപ്റ്ററിന് മുമ്പത്തെ ഒരു ചാപ്റ്റർ പഠിച്ചതാണ്. നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷിൻ്റെ ഓരോ കാര്യങ്ങൾ ബഹിഷ്കരിച്ച കൂട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയും നമ്മൾ ബഹിഷ്കരിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്വന്തമായിട്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചായിരുന്നു. ഒരുപാട് പേര്, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാര്യം പറയുന്നുണ്ട്, വേറെ ഒരു ജാമിയ മില്ലിയ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്താണ് പറയുന്നത്, വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. എത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഈ ജനതയ്ക്ക് നൽകേണ്ടത്? ഓക്കെ, നമ്മൾ എത്തരത്തിലൊരു വിദ്യാഭ്യാസം നൽകിയാൽ അവർ ഭാവിയിൽ എത്തരത്തിലുള്ള ഒരു സമൂഹമായി മാറും. ഓക്കെ, അങ്ങനെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പല സ്റ്റേജിൽ പല കമ്മീഷൻസിനെ എന്ത് ചെയ്യും, നിയമിക്കും. ഒരു കാര്യത്തെപ്പറ്റി വിശദമായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, കമ്മീഷനുകളെ നിയമിക്കുന്നത്. അതിനകത്തുള്ള കമ്മീഷനുകളുടെ കാര്യമാണ് കൊടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ കമ്മീഷൻ ആരാ? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ കമ്മീഷനാണ് ഇത്. 1948 കമ്മീഷൻ. എന്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഈ പറയുന്ന എന്ത് വന്നിരിക്കുന്നത്, ഈ പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. പുള്ളിയുടെ നേതൃത്വത്തിലായിരിക്കും കമ്മീഷനിൽ മറ്റംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കമ്മീഷന്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. അപ്പം വെറുതെ വിദ്യാഭ്യാസം മാത്രം പഠിച്ചിട്ട് വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യുക, പ്രാധാന്യം നൽകുക. സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം നൽകുക. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഒരു UGC എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ എന്ത് ചെയ്യണം, രൂപീകരിക്കണം. അതിൻ്റെ അണ്ടറിൽ വേണം ഇതിനെയൊക്കെ കൊണ്ടുപോകാനായിട്ടെന്നൊക്കെ പറഞ്ഞ് ശുപാർശ ചെയ്തത് ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അത് സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻ, മീൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഈ സർവകലാശാല ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഓരോ കമ്മീഷനും പഠിക്കുന്നത് ഓരോ മേഖലയെ പറ്റിയാണ്. അപ്പോൾ സർവകലാശാല ബേസ് ചെയ്ത് പഠിച്ചതാരാ? ഡോക്ടർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ്. എന്നിട്ട് അവരെന്തോ പറയുന്നു, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം, സ്ത്രീകൾക്കും കൂടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. അതുപോലെ UGC എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ത് ചെയ്യണം, രൂപീകരിക്കണം എന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് സർവകലാശാല വിദ്യാഭ്യാസത്തിന് എന്തോ ചേഞ്ച് വന്നായിരുന്നല്ലോ. അതായത് 3 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷമാക്കി മാറ്റാൻ പറയുന്നു. അതുപോലെ BEdൻ്റെ 2 വർഷം എന്ന് പറയുന്നത് 4 വർഷമാക്കാനായിട്ടൊരു ഇത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ലഹരി വിരുദ്ധമായിട്ടുള്ള കണ്ടന്റുകൾ സർവകലാശാല വിദ്യാഭ്യാസ കരിക്കുലത്തിനകത്ത് ആഡ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ടൈം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്നതിനെ പറ്റി പഠിക്കാനായിട്ട് ഓരോരോ കമ്മീഷൻസ് വരും. ഇവരത് കമ്മീഷൻ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ പുതിയ ചേഞ്ചുകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷണർ. എനിക്ക് തോന്നുന്നു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നായിരിക്കും കേട്ടിട്ടുള്ളത്. പുള്ളിയുടെ ഫുൾ നെയിം ഇങ്ങനെയാണ്, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 അതിലെന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെ പറ്റിയാണ് എന്ത് ചെയ്തേക്കുന്നത്, പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വന്നത് 1952. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നായിരുന്നു 1948. ഡോക്ടർ രാധാകൃഷ്ണൻ 1948, അത് സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ആളാരാ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. എന്തുവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൽ പുള്ളിയുടെ ശുപാർശകൾ എന്തൊക്കെയാണ്, ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. ത്രിഭാഷ ഏതോ 3 ഭാഷയുടെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. ഒരു വിദ്യാഭ്യാസ കമ്മീഷന്റെ ആവശ്യകതയുണ്ട്. അതുപോലെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അതായത് ഈ പറഞ്ഞണക്കെ തൊഴിലധിഷ്ഠിതം പറഞ്ഞില്ലേ, അതുപോലുള്ളതാണ്. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അധ്യാപകർ വെറുതെ എന്ത് ചെയ്യാൻ പോരാ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അധ്യാപകർ എന്താണോ കുട്ടികളെ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അവർക്ക് മനസ്സിലാവേണ്ടത് അത് ആ രീതിയിൽ തന്നെ കുട്ടികൾക്ക് എത്തിക്കണം. ആ ഐഡിയ മാറിപ്പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, അധ്യാപക പരിശീലന സമിതികൾ ഉള്ളത്. ഓക്കെ, ആദ്യം ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കും, എന്നിട്ട് ആ ക്ലാസ്സാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഐഡിയ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ഐഡിയ മാറിപ്പോകരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഏതാണ്, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കാനായിരുന്നു ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ഓക്കെ, അതിൽ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. അതുപോലെ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അതുപോലെ തന്നെ എന്താണ്, അധ്യാപക പരിശീലന സമിതി എന്ത് ചെയ്യണം, രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡോക്ടർ DS കോത്താരി കമ്മീഷൻ എന്ന് കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ DS ആണ്. നിങ്ങൾ ഇനിഷ്യലൊക്കെ നോക്കി വെച്ചേക്കണം. കാര്യം PSCക്ക് ഇനിഷ്യൽ വെച്ചിട്ടുള്ള എന്തുവാണ്, നമ്മുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു, ഡോക്ടർ BR ഗവായി ആയിരുന്നു. അതിന് പുള്ളിയുടെ ഇനിഷ്യലൊക്കെ മാറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിഷ്യൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. ഓക്കെ, 64 എന്ന് പറയുമ്പോഴത്തേക്ക് 12 വർഷം ഈ പറയുന്ന ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ പറയുന്ന എന്തുവാണ് DS കോത്താരി കമ്മീഷൻ വരുന്നത്. അതെന്തിനാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം, ദേശീയമായി ഒരു മാതൃക നിർദ്ദേശിക്കണം വിദ്യാഭ്യാസത്തിന്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോത്താരി കമ്മീഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, പുള്ളി മെൻഷൻ ചെയ്തത് 10+2+3. പിന്നെ എന്താണ്, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. എനിക്ക് തോന്നുന്നു VHSC എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ, VHSE ആണെന്ന് തോന്നുന്നു, VHSE ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് HSC. അപ്പം VHSE എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നും പറഞ്ഞിട്ടുള്ളത് അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. അതുപോലെ 10+2+3 മാതൃകയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. അപ്പോൾ കറൻലി ഉള്ള രീതി ഏതായിരുന്നത്, ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതാ ഒരു രീതിയും കൂടെ ഇല്ലായിരുന്നോ, ഏതുമായിരുന്നു അതിൻ്റെ പേര്, പ്രീവിയസ് അക്കാഡമിക് സിസ്റ്റത്തിൽ 10+2+3 10+2 സ്ട്രക്ചർ. ദിസ് പോളിസി envisages the extend 10+2 structure in school education with a modified with a new curricular restructuring of 5+3+4 covering ages 3 to 18 as shown in the 5+. ഇതാണ് ആദ്യം ഫൗണ്ടേഷൻ എന്നോ ഫൗണ്ടേഷണൽ എന്നും പറഞ്ഞിട്ട് 3 വയസ്സ് 2 വയസ്സ്, അപ്പം 5+ അല്ലേ 2 വർഷം. 3 വർഷം എന്ന് പറയുന്നത് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയും 6 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ ഉള്ളത് ക്ലാസ് 1, 2 അതുവരെ വരുന്നത് 2 വർഷമായിട്ട് ടോട്ടൽ അത് എടുക്കുമ്പോൾ 5 വർഷം വരും. അതായത് അംഗൻവാടി, പ്രീ സ്കൂള് അതെല്ലാം കൂടെ ചേർത്ത് 3 വയസ്സ് ടു 6 വയസ്സ് വരെ.
6 വയസ്സിലാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കും. 1ഉം 2ഉം 6 to 8 വയസ്സ് വരെ 1ഉം 2 ക്ലാസ്. അപ്പോൾ ടോട്ടൽ 5 ആയി. അതാണ് ആദ്യത്തെ ഫൗണ്ടേഷണൽ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. പിന്നെ പ്രിപ്പറേറ്ററി എന്ന് പറഞ്ഞ് അടുത്ത 3 വർഷം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ക്ലാസ് 3 തൊട്ട് 5 ക്ലാസ് വരെ, 5ാം ക്ലാസ് വരെ. അത് 8 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെ. പിന്നെ അടുത്തത് മിഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസ് 6 തൊട്ട് 8 വരെ. അത് ഏജസ് ഫ്രം 11 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയാണ്. പിന്നെ അടുത്തത് 4 എന്ന് പറഞ്ഞ് 4 വർഷത്തേക്ക് വരുന്നത് എന്താണ്, ക്ലാസ് 9 തൊട്ട് 12 വരെ. അത് 14 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയാണ് സെക്കൻഡറി എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഓക്കെ, നേരത്തെ കിടന്നത് 10, 12, പിന്നെ ഒരു 10 + 2 + 3 എന്ന് പറഞ്ഞാണ് കിടന്നത്. ഇപ്പോൾ എത്രയായി? ഇത് 5 + 3 + 3 + 4 എന്ന് പറയുന്നതാണ് പറയുന്നത്. ഇത് ഈ സ്ട്രക്ചർ പറഞ്ഞ കമ്മീഷൻ ഏതാണെന്ന് വേണം അല്ലേ? അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ 2020 July 28. System replaced the 10+2 structure, aiming the more flexible and holistic approach of learning. കോത്താരി കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്, ആദ്യത്തെ കാര്യമാണ് കോത്താരി കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു കൊണ്ടത്. പിന്നെ ഉള്ള ആളിൻ്റെ പേര് പറയുന്നില്ല. അത് NEPയുടെ കാര്യത്തിലാണ് പറയുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ബേസിസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത എന്തുവാണ് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ കറൻ്റ്ലി ഇതിപ്പോൾ 10+2+3 എന്ന് പറയുന്നത് കോത്താരി കമ്മീഷന്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് 5+3+3+4 എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻ്റാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വെച്ചിട്ടാണ് പറയുന്നത്. 5+3+3+4 തന്നല്ലോ, നമ്പർ മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? 5+3+3+4. ഓ ഓക്കെ, അടുത്തത് ബാക്കി വായിച്ചു നോക്കാം. അതാണെന്നൊന്നും താഴെ എഴുതിക്കുന്നത്. ഓക്കെ, 1986 ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. അപ്പോൾ ഈ പറയുന്ന NEP രൂപീകൃതമായിട്ടുള്ളത് 1986 ആ പറയുന്ന വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. ആ നയത്തിൻ്റെ 2024 വേർഷനിലാണ് ഇത്തരത്തിലൊരു സിസ്റ്റം വരുന്നത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. അടുത്ത സെക്ഷനിലോട്ട് ഇന്ത്യയെ നയിക്കുക. ഇനി 1984 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ താഴെ പറയുന്നു. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളാണ് താഴെ പറയുന്നത്. എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി എഡ്യൂക്കേഷനാണ്. അതുപോലെ തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കണം. അതുപോലെ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പദ്ധതിയാണ്. പ്രൈമറി തലത്തിൽ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം സാർവത്രികമാക്കണം. അതുപോലെ തന്നെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്നുള്ള മീനിങ് ആണ്. അത് എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി പറയുന്നത്. ഇനി ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. അതുപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണമെന്നും പറയുന്നുണ്ട്. ഇത് ഏതിൻ്റെ ബേസിസിലാണ് പറയുന്നത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നവ. അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ മോളിൽ പറഞ്ഞ കമ്മീഷനുകളൊക്കെ നിയമിച്ച് 1948 മുതൽ 64 വരെ കമ്മീഷനുകൾ നിയമിക്കുകയും അവരുടെ ശുപാർശകൾ പരിഗണിക്കുകയും അതിന് ബേസിസിലാണ് 1986 ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതും അതിൽ കുറച്ച് പ്രസക്തമായിട്ട് കുറേ കാര്യങ്ങൾ എടുത്ത് പ്രത്യേകിച്ച് പറയുന്നതും. ഓക്കെ, അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഈ പുള്ളിയെ നമ്മൾ നേരത്തെ എവിടെ കണ്ടതാണെന്ന് തോന്നുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 എന്ത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് പറയുന്നത് നവംബർ 11. ഓക്കെ, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ആരുടെ ബർത്ത്ഡേ ആണ്? ഈ പറയുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ്. ഒരു മിനിറ്റ്, മൗലാന അബ്ദുൽ കലാം ആസാദിനെ ഒന്ന് തപ്പിയിട്ട് വരാവേ. മൗലാന കലാം
ആസാദ്, ഫോർമർ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഇതാണ് ആള്, മൗലാന ആസാദ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നവംബർ 1888 ജനിച്ചത്. 1958 ഫെബ്രുവരി 22 എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നോക്കാം. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഈ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞെന്ന്. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, നിയമം പാസ്സാക്കി. കാര്യം കറണ്ട്ലി എന്താണ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്നല്ല, കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്നുള്ളത് മൗലിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആഡ് ചെയ്തിട്ടുണ്ട്. മൗലിക അവകാശമാക്കിയിട്ട് ആഡ് ചെയ്തത് 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ട് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു സർവശിക്ഷാ അഭിയാൻ. അതുപോലെ തന്നെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി എന്ത് ചെയ്യുന്നത്, രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അവിടെ ഇതുവരെ പറഞ്ഞതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത് എന്തുവാണ് പറയാനുള്ളത്? ഇനി നമുക്ക് വേണ്ടത് സാംസ്കാരിക നേട്ടങ്ങളാണ്. സാംസ്കാരിക മേഖലയിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നോക്കാവുള്ളത്. ഓക്കെ, ഇനി ഇടയ്ക്ക് ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട്. ഓക്കെ, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്തത് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്, നോക്കാം. അതിനിടയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇത് സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായെന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്, ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഏതാണ്, സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് 1979 എന്ത് ചെയ്തേക്കുന്നത്, സ്ഥാപിച്ചിരിക്കുന്നത്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1979 ആരംഭിച്ച ഒരു സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എന്താണ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ സ്ഥാപനങ്ങൾ എവിടെയൊക്കെ നിർമ്മിച്ചു, എന്തിനൊക്കെ നിർമ്മിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് ആദ്യത്തെ സ്ഥാപനം സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, ന്യൂഡൽഹിയാണ്. മിക്കതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആയിട്ടായിരിക്കും വരുന്നത്. സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്നൂടെ നോക്കിയിട്ട് വരാം. അത് എന്തുവാണ്, നാഷണൽ സംഗീത നാടക, ടൈപ്പ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്, അടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്, ടൈപ്പ് ചെയ്ത് പറ്റും. സംഗീത നാടക അക്കാദമി ചെയർമാൻ 2025. സംഗീത നാടക അക്കാദമി ഈസ് ഡോക്ടർ സന്ധ്യ പുറേച്ചേവ്. എന്തു ഇത്, പുറേച്ച സംഗീത നാടക അക്കാദമി. ചെയർമാൻ ഓഫ് സംഗീത നാടക അക്കാദമി ഈ പുള്ളിക്കാരിയാണ്, ഡോക്ടർ സന്ധ്യ പുറേച്ച എന്ന് ഞാൻ എന്തുവാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആള്, സന്ധ്യ. അടുത്ത ആൾ ഏതായിരുന്നു, സന്ധ്യ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനും ഉണ്ട്. അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആയിരിക്കും, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ കാര്യം. ചെണ്ടയോ കൊണ്ടാണ് പുള്ളി. അതുപോലെ ഓക്കെ, ഇപ്പോൾ പറഞ്ഞ ആള് ഡോക്ടർ സന്ധ്യ പുറേച്ച, പുള്ളിക്കാരുടെ പേരൊന്ന് എഴുതിയിട്ടേക്കാം. ഡോക്ടർ സന്ധ്യ പുറേച്ച.
അടുത്തത് എന്ത് പറയുന്നത്? ലളിതകലാ അക്കാദമി. അതിൻ്റെ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. അതും ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ഇനി ലളിതകലാ അക്കാദമിയുടെ ആളാരായിരുന്നു? ഈ ചെക്ക് ചെയ്യാം. ചെയർമാൻ മുരളി ചിരോത്തോ. ലളിതകലാ അക്കാദമി. ടെസ്റ്റിൽ വരേണ്ടതാണ്, കാണുന്നില്ലല്ലോടെ. ടെസ്റ്റാണ് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. അക്കാദമിയുടെ ചെയർമാൻ ആളാകുന്നത് ശ്രീ മുരളി ചിരോത്ത്, ചെയർപേഴ്സൺ കേരള ലളിതകലാ അക്കാദമിയോ? കേരള ലളിതകലാ അക്കാദമി അല്ലല്ലോ അടിച്ചത് ഞാൻ. ലളിതകലാ അക്കാദമി എന്നല്ലേ? ലളിതകലാ അക്കാദമി കണ്ടു. V. Nagdas, current chairperson of the Lalit Kala Academy. V. Nagdas, who is assumed office on March 13th, 2023, is appointed by the President, head of the National Academy of Arts in India. Okay. ലളിത കലാ അക്കാദമിയുടെ ആള് V. നാഗ്ദാസ് ആണേ. ഇവിടെ പിക്ചറിന് ഇതാണോ? ഇതല്ലേ ഇപ്പം ഞാൻ കയറിയത്? കേരള അല്ലേ? കേരള അല്ല, ഇതായിരുന്നു ലളിത കലാ അക്കാദമി. ഓഹോ. V. നാഗദാസ് ചെയർമാൻ. നാഗദാസ് പുള്ളിയുടെ പടം ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തല്ലേ നാഗദാസ്. ഇത് ഇച്ചിരി ടൈം എടുക്കും ഏത് നോക്കി കണ്ടുപിടിക്കണ്ടേ. അതിൻ്റെ നാഗ്ദാസ് ആണ് ചെയർപേഴ്സൺ. ഇപ്പം ചെയർമാൻ എന്ന് പറഞ്ഞുള്ളല്ലോ. ഇനി സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സാഹിത്യ അക്കാദമി നിലവിൽ വന്നത്. ഓക്കെ, ഇതെല്ലാം പറഞ്ഞിട്ട് ബാക്കി ടെസ്റ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന് വേണ്ടിയിട്ടാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ്. സംഗീത നാടക അക്കാദമി ഓൾറെഡി ഡ്രാമയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. പിന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യുക? പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക എന്നിവയൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. നമുക്ക് വേണ്ടത് സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ വേണം അല്ലേ? സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി ചെയർമാൻ 2000. സാഹിത്യ അക്കാദമിയിലോ മാധവ് കൗശിക്. സാഹിത്യ അക്കാദമി, നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, ഇത് തന്നെ. മാധവ് കൗശിക്കാണ് എന്തുവാണ്? സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ. മാധവ് കൗശിക് ഇതിൻ്റെ ആള്. മാധവ് കൗശിക്. ഓക്കെ, അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അത് ഡയറക്ടർ ആയിരിക്കും വരുന്നത്. പിന്നെ എന്താണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തപ്പിയോക. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇനി ചെയർമാൻ ഉണ്ടോ എന്തോ? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് മിലിന്ദ് സുധാകർ മറാത്തേയോ. ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആള് ഇദ്ദേഹമാണ്. നാഷണൽ മിലിന്ദ് സുധാകർ മറാത്തെ.
ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ. മിലിന്ദ് സുധാകർ മറാത്തെ. മിലിന്ദ് സുധാകർ മറാത്തെ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്ഥാനവും അതുപോലെ ചെയർപേഴ്സൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. സംഗീത നാടക അക്കാദമി, നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് എന്തായി? സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പറയുന്ന സംഗീത നാടക അക്കാദമി രൂപീകൃതമായത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ ലളിത കലാ അക്കാദമി എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ്, കലയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ലളിത കലാ അക്കാദമി. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. എൻ്റെ ചെയർപേഴ്സൻ്റെ പേര് നാഗദാസ്. ഓക്കെ, ജി ആണേ, നാഗദാസ് എന്നാണ് പുള്ളിയുടെ പേര്. അതുപോലെ സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനത്തിന് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം. മാധവ് കൗശിക് എന്നാണ് അതിൻ്റെ ആള്, മീൻസ് ചെയർപേഴ്സൺ. പിന്നെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പറയുന്നുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേളകൾ നടത്തുന്നുണ്ട്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നോക്കിയില്ലല്ലേ, അതുകൊണ്ട് ഒന്ന് നോക്കാം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ചെയർപേഴ്സൺ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ചെയർപേഴ്സൺ, ചെയർമാൻ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പരേഷ് റാവൽ. സ്കൂൾ ഓഫ് ഡ്രാമ ശ്രീ പരേഷ് റാവലാണ്. 2020-24 കാണിച്ചിരിക്കുന്നത്, 25 കാണിക്കുന്നില്ല കേട്ടോ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹി. അതിനകത്ത് കാണുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, അതിൻ്റെ ആളെ കിട്ടിയില്ല, അതവിടെ കിടക്കട്ടെ. പുള്ളിയുടെ 2024 ആളുടെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ ലക്ഷ്യം വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സ്ഥാപനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. മിലിന്ദ് സുധാകർ മറാത്തെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ആള്. ന്യൂഡൽഹിയാണ് എൻ്റെ ആസ്ഥാനം. ഈ പറഞ്ഞതിൻ്റെ എല്ലാ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോട്ടോ. പക്ഷെ ഇച്ചിരി ലാഗ് ആവും. ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു, വിദേശ നയം കൂടെ ആണ്ടേ ഉള്ളൂ. അപ്പം നമുക്ക് അതുകൂടെ നോക്കാം. അപ്പം ഇതുവരെ ഓക്കെ അല്ലേടെ? നമ്മൾ ആദ്യം കുറേ എന്തുവാണ്, നമ്മൾ ആദ്യം നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ പറഞ്ഞു, പിന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാംസ്കാരിക മേഖലയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വിദേശ നയത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്തുവാണ് വിദേശ നയം നോക്കാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ജവഹർലാൽ നെഹ്റു പ്രസംഗം 1947. വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. അപ്പം നമ്മളെ സമീപനം എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ രാജ്യങ്ങളോട് എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായിട്ടും എന്താണ് സൗഹൃദപരമായിട്ടുള്ള ഒരു രീതിക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരെ ആരുമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇന്ത്യ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്നു, അതായത് ഇപ്പോൾ യുദ്ധം നടക്കുന്ന മേഖലയിൽ ഇപ്പം എന്തുവാണ് റഷ്യ യുക്രൈൻ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴും ഇന്ത്യ എന്താണ് പറയുന്നത്? സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ എന്തുവാണ് ഇതിന് വേറെ പല ഇതിലും, അതായത് റഷ്യ യുക്രൈൻ ഉണ്ട്, പിന്നെ ഗാസ ഇസ്രായേൽ ഉണ്ട്,
ഇസ്രായേലും ഇപ്പം ഇറാനുമായിട്ടൊക്കെ കടന്ന് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സോൾവ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അങ്ങനെ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് എല്ലാം നടക്കുമ്പോഴും ഇന്ത്യ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ സംസാരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോഴും അവർ സമാധാന ചർച്ചയ്ക്കായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. പൊതുവെ അങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്. നമ്മളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകാറില്ല. അത് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്ത് വിടും, ആർക്കും ഒരു രീതിക്കും ഹാനികരം ഉണ്ടാക്കില്ല. അതാണ് നമ്മുടെ ഒരു പോളിസി. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു 1947 പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ കോൺഗ്രസ് ആയിരുന്നല്ലോ ഒരു ദേശീയ പാർട്ടിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രൂപീകരിച്ച വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. അവരെന്തിനെതിരാണ്? സാമ്രാജ്യത്വത്തോടും അതുപോലെ കോളനി വ്യവസ്ഥയോടും ഒക്കെ എന്താണ്, എതിരാണ്. അതിന് നല്ല എതിർപ്പുള്ള ഒരു ഗ്രൂപ്പാണ് നമുക്ക് അതിനോട് താല്പര്യമില്ല. ഇനി വംശീയവാദത്തോടുള്ള വിദ്വേഷം, വംശീയവാദത്തോട് നമുക്ക് താല്പര്യമില്ല. നമ്മൾ എല്ലാവരെയും ഒന്നായി കാണുക, എല്ലാവർക്കും തുല്യ അവകാശം നൽകുക എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജനാധിപത്യത്തിൽ അടിയുറച്ച ഒരു ഭരണഘടന രൂപീകരിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വംശീയവാദത്തോട് എന്താണ്, വിദ്വേഷമാണുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ഓക്കെ. സഭയിലുള്ള വിശ്വാസം. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ആയിട്ടും മിക്കവാറുള്ള രാജ്യങ്ങളെല്ലാം അതിനകത്ത് എന്താണ്, അംഗങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയിൽ എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നടേ? 148 എന്തോ അങ്ങനെ എന്തോ കണക്കില്ലേ? number of members in UN. 193 members ഉണ്ട്. United Nations. All of these member states are represent the General Assembly. General Assemblyക്കകത്ത് 193 മെമ്പർ സ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഓരോരുത്തരും അതിനകത്ത് അംഗമാകുന്നതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഐക്യരാഷ്ട്ര സഭയോട് നമുക്ക് എന്താണ്, ഒരു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി സമാധാനപരമായ സഹവർത്തിത്വമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിലോടാണ് നമുക്ക് താല്പര്യം. അല്ലാതെ ഒരു എന്താണ് യുദ്ധത്തിനോടും അങ്ങനെയുള്ള ഇതിനോട് നമുക്ക് താല്പര്യമില്ല. നമുക്ക് സമാധാനപരമായിട്ടുള്ള ഇതിനോടാണ് താല്പര്യം. ഇനി പഞ്ചശീല തത്വങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് താഴോട്ട് പറയും. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. നമുക്ക് വിദേശികളോട് വിരോധമൊന്നുമില്ല. അവരുടെ ആവശ്യകത ഉള്ള കേസുകളിൽ നമുക്ക് എന്താണ്, അവരുടെ ആവശ്യം വേണം. അതായത് നമ്മളിപ്പം ഇരുമ്പുരുക്ക് ശാലയൊക്കെ ഉണ്ടാക്കിയില്ലേ, അത് വിദേശികളുടെ സഹായത്തോടെ, സോവിയറ്റ് യൂണിയൻ്റെയും ജർമ്മനിയുടെയും ബ്രിട്ടൻ്റെയും സഹായത്തോടെയാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ വിദേശ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അവരെ നമുക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷേ അവരുടെ സാമ്രാജ്യത്വത്തോടും കോളനീകരണത്തോടും ഒക്കെ നമ്മളെതിരാണ്. ഓക്കെ. ഇനി പിന്നെ ചേരിചേരായ്മ, അത് നമ്മൾ നേരത്തെ എങ്ങാണ്ട് പഠിച്ചതാണ്. നമ്മുടെ 2ാം ലോക യുദ്ധാനന്തരം 2 ചേരികളിൽ ആയി തിരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. ഒന്ന് മുതലാളിത്ത ചേരിയും ഒന്ന് സോഷ്യലിസ്റ്റ് ചേരിയും. ഈ 2 ചേരിയിലും ചേരാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ അവർ നിന്നത് ചേരായ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു. ഇതെല്ലാം ചേർന്നതായിരുന്നു നമ്മുടെ വിദേശ നയം. വിദേശീയരോട് നമ്മളുടെ ഇന്ത്യ നടപ്പാക്കുന്ന നയം, അവരുടെ നയം ഇങ്ങനെയാണ്: നമുക്ക് നിങ്ങളുടെ സാമ്രാജ്യത്വത്തോടും കൊളോണിയലിസത്തോടൊന്നും താല്പര്യമില്ല, വംശീയവാദത്തോടൊട്ടും അതിനോട് നമുക്ക് വിദ്വേഷമാണുള്ളത്. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ സമാധാനപരമായിട്ടായിരിക്കും മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ചേരിചേരായ്മയാണ് നമ്മുടെ നയമൊന്നും അവർ വ്യക്തമാക്കുന്നത്. ഇതെല്ലാം എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയമാണ്. എന്താണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വിദേശ നയമാണ്. ഇപ്പം കറണ്ട്ലി ഇപ്പോൾ 2025 1947 കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട്ലി എന്ത് ചെയ്യുകയാണ്, ഇതിലൊക്കെ ചേഞ്ച് വന്ന് കാണും. നമുക്കിത് ചേഞ്ച് വരുത്താം. ഭരണഘടന അനുശാസിക്കുന്ന നയങ്ങളിലൊന്നും വ്യത്യാസം വരാത്ത രീതിയിൽ എന്ത് ചെയ്യാം, വിദേശ നയത്തിൽ വ്യത്യാസം വരും. വിദേശ നയം ഓരോ തവണ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എപ്പോഴും എന്തായിട്ട് തന്നെ ഇരിക്കും, സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും. അതിന് ഒരുപാടൊന്നും ചേഞ്ച് വരുത്താൻ ഇന്ത്യക്ക് പറ്റത്തില്ല. ഓക്കെ. അതായത് ഭരണഘടന
മാറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ ഭരണഘടന പറയുന്നതിന് വിപരീതമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താണ് പഞ്ചശീല തത്വങ്ങളെന്ന് നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ ചൈനയുമായിട്ടുള്ള കരാറാണ് 1954. നമുക്ക് അതിർത്തി തർക്കമുള്ള പ്രദേശങ്ങളാണ് ഈ പറയുന്ന പാകിസ്ഥാൻ, ചൈന എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുറേ പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കും, എന്നിട്ട് അവരുടെ പ്രദേശമാണെന്ന് പറഞ്ഞ് പേരിടും. ചൈനയുടെ വേല അതൊക്കെയാണ്. എന്തുവാണ്, അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗത്ത് അവർ തന്നെ പേരിട്ട് സ്ഥലം അവർ തന്നെ ഓരോ പേരിട്ടൊക്കെയാണ് അവർ ഓരോ മാപ്പൊക്കെ അടിച്ചിറക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വേലകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ കേസിൽ അവർ കാശ്മീരിന് വേണ്ടി ഇപ്പോഴും പ്രശ്നം തന്നിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണ്, ഒരു വിഭജനം തൊട്ടേ ഉള്ള പ്രശ്നമാണ്. കണ്ടിന്യൂസ്ലി ഇത് പൊക്കോണ്ടിരിക്കും. അപ്പോൾ 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടുണ്ടാക്കിയ ഒരു കരാറാണ് ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമായാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ആരൊക്കെയാണ് കരാറിൽ ഒപ്പുവെച്ചത്? ഒന്ന് ജവഹർലാൽ നെഹ്റുവും അടുത്തത് ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ ഇൻ ലായുമാണ്. ഓക്കെ, സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അത് തന്നെയായിരുന്നു. അപ്പോൾ ചൈനയുമായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ പറയുന്ന പഞ്ചശീല തത്വത്തിനുമായി ബേസ് ചെയ്തിട്ടുള്ള കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എങ്കിലും എല്ലാ വിദേശ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ സമീപനം അല്ലെങ്കിൽ ഇന്ത്യയുടെ അപ്രോച്ച് എങ്ങനെയാണ് ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങളിൽ ഉറച്ചതാണ്. അത് ഈ താഴെ പറയുന്നതാണ്. എന്താണ്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അതായത് എൻ്റെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ അതിർത്തി ഇന്ത്യയുടെ അതിർത്തിയാണ്, അത് ഇന്ത്യ നിശ്ചയിക്കുന്നതാണ് ഇന്ത്യയുടെ അതിർത്തി. അതിൽ ചൈനക്കാർ കയറി പറയേണ്ട കാര്യമില്ല, അതേപോലെ പാകിസ്ഥാൻകാരും കയറി പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇന്ത്യയുടെ അതിർത്തിയും പരമാധികാരവും രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഇപ്പം ഇന്ത്യയുടെ ബൗണ്ടറി ഇങ്ങനെയാണ് എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. വരച്ചപ്പോഴത്തേക്ക് ഒരുമാതിരി ആയി പോയി എങ്കിലും ഇന്ത്യയുടെ ഈ സെക്ഷനിലെ അതിർത്തി ഇങ്ങനെയാണെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ആ രാജ്യത്തിൻ്റെ അതിർത്തി അവരാണ് നിശ്ചയിക്കേണ്ടത്, അല്ലാതെ അയൽ രാജ്യക്കാരല്ല. അതിനി ചൈനയുടെ അതിർത്തി ചൈന അതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അംഗീകരിക്കേണ്ടത് എന്താണ്? അത് ചൈനക്കാർ അംഗീകരിക്കണം. അല്ലെങ്കിൽ അത് അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി അവർ പറയുന്നു, അവർ നമ്മളെ രാജ്യത്ത് കയറ്റി പറയും കയറ്റാതെ പറയാം, അത് അവരുടെ രീതി. നമ്മളെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും എന്ത് ചെയ്യുക? നമ്മൾ അംഗീകരിക്കുക. ഈ അതിർത്തി എൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം. ഓക്കെ, അത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ്, അതിൽ കടന്നു കയറേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണമെന്ന്. ഇനി പരസ്പരം ഒരു കാരണവശാലും എന്ത് ചെയ്യുക? ആക്രമിക്കാതിരിക്കുക. ഓക്കെ, ഇനി ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം, നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിനുള്ള കാര്യമില്ല, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാൻ വരുന്നില്ല. ഓക്കെ, അതുപോലെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക. അതായത് പരസ്പര സഹായം വേണം. നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് നമുക്കും വേണം, നമ്മുടെ ഹെൽപ്പ് നിങ്ങൾക്കും വേണം. അങ്ങനെയുള്ള അതുകൊണ്ട് ഒരു സമത്വത്തിലും സമാധാനത്തിലും പരസ്പര സഹായത്തിലും ഒക്കെ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് പോകണം. ഇനി സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ് നിലനിർത്തേണ്ടത് എന്ന് എന്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ചൈനയുമായാണ് ഇന്ത്യ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചതെങ്കിലും ഇത് എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനമായിട്ട് എന്ത് ചെയ്യാം? കണക്കാക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ അതിർത്തി, നമ്മുടെ അധികാരം, അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതിൽ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം ഇടപെടരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. ഓക്കെ, ആ ഒരു നയം. അങ്ങനെ അതുപോലെ എന്താണ്? സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് മുൻ പാഠഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ചേരിചേരാ പ്രസ്ഥാനമോ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ചാപ്റ്റർ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹമാണ് ചേരിചേരായ്മ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു, അതിന് ഇദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. അതുപോലെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായൊരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് എന്ത് ചെയ്തത്? ഇന്ത്യ സ്വീകരിച്ചത്. എന്തെങ്കിലും അന്താരാഷ്ട്ര പ്രശ്നം വരുവാണെന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പിലും നിൽക്കത്തില്ല. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കാര്യം, അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അതിൽ ഈ പറയുന്നതിൽ ഒരു ഗ്രൂപ്പിലും നമ്മൾ ചേരത്തില്ല. നമ്മളെന്താണ് ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തിയിട്ട് അതിലൊരു നിലപാടെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ സ്വീകരിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞ് ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേടെ? ഈ ചാപ്റ്റർ വലിയ എന്ന് വെച്ചാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുവാണ് നമ്മൾ
ഈ വീണ്ടും വീണ്ടും റീഡ് ചെയ്ത് നോക്കുക, എങ്കിലേ ഇതൊക്കെ ഓർത്തിരിക്കത്തുള്ളൂ. ഒരുപാട് ഡേറ്റുകളൊക്കെ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്തു മാറിപ്പോവും. അപ്പം നമ്മൾ പഠിച്ച കാര്യം എന്തൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞ സെക്ഷനിലുള്ളതാണ് ഈ പറയുന്ന ഇതുവരെയുള്ള കാര്യങ്ങൾ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന വരെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ വരെ കണ്ടാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാസ്ത്ര പുരോഗതിയിലും വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങളും സാംസ്കാരികവും വിദേശ നയത്തിൻ്റെയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ചാപ്റ്ററിൽ, ഈ സെക്ഷനിൽ, അതായത് ഈ പാർട്ട് 2 സെക്ഷനിൽ ചർച്ച ചെയ്തത്. നമുക്കൊന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ എന്താണ് അതിൻ്റെ ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടായ കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അവരുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി അഥവാ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഉണ്ട്. ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഉണ്ട്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നും പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ രൂപീകരിച്ചു. അതിൽ ആദ്യത്തെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് നേതൃത്വം കൊടുത്തത് ഹോമി ജെ ഫാഫെ അഥവാ ഹോമി ജഹാംഗീർ ഫാഫെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹവും അതുപോലെ NS പട്നാക്കറും ചേർന്നിട്ടാണ് അത് രൂപീകരിച്ചത്, ആ ഒരു സമിതി രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ നേതൃത്വത്തിൽ, ഈ പറയുന്ന ഹോമി ജെ ഫാഫയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും അതുപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷനും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് മറ്റ് ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങൾ കുറേ കൂടെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് IIT-കൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് പല മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? വിവിധ തരം സ്ഥാപനങ്ങൾ നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണ രംഗത്തുണ്ടായ ചേഞ്ചസുകളാണ് പിന്നെ നമ്മൾ പഠിച്ചത്. 1962 എന്താണ്? വിക്രം സാരാഭായിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശ്രമഫലമായിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകുന്നത്. പിന്നീട് വീണ്ടും ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് 1969 ISRO രൂപീകൃതമാകുന്നത്. കറണ്ട് ISRO ചെയർമാൻ ആരായിരുന്നടേ? വി നാരായണെന്നോ അങ്ങനെ എന്തോ അല്ലായിരുന്നു പുള്ളിയുടെ പേര്? അപ്പം നമ്മൾ നോക്കിയില്ലായിരുന്നു, ഒന്ന് നോക്കിയിട്ട് പോവാം. ISRO ചെയർമാൻ വി നാരായൺ ആണ് 2025 ISRO ചെയർമാനെ. ഇതിന് മുമ്പ് S സോമനാഥ് ആയിരുന്നു. വി നാരായണാണ് കറണ്ട് ആൾ. വി നാരായൺ ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് അസ്യൂംഡ് ചാർജ് ഓഫ് ദ ചെയർമാൻ ഓഫ് എന്താണ് ISRO വി നാരായൺ. പിന്നെ എന്തുവായിരുന്നു? VSSCയുടെ ചെയർമാൻ എന്ന് തന്നെ എന്തോ പറയുന്നത്, ഡയറക്ടർ എന്നങ്ങാണ്ടാണെന്നൊന്ന് പറയുന്നത്. VSSC ഡയറക്ടർ എന്നാണെന്നൊന്ന് പറയുന്നത്. ഡയറക്ടർ 2025 S ഉണ്ണികൃഷ്ണൻ നായർ ആണ് ഡയറക്ടർ ഓഫ് VSSC. അത് 2022 ചാർജ് നിയമിതനായത് കേട്ടോ. VSSCയുടെ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ എന്നാണ് പുള്ളിയുടെ പേര്. ഓക്കെ, അതായത് VSSCയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണേ. പിന്നെ ആരുണ്ടായിരുന്നുണ്ട്? വേറെ ആരുണ്ടായിരുന്നു? അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ISROയുടെ കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ ആയിരുന്നു? തുമ്പയിലായിരുന്നു. അത് കേരളത്തിൽ തിരുവനന്തപുരത്തായിട്ടാണ് വരുന്നത്. പിന്നെ 1975 നമ്മൾ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിക്കുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? പലതരത്തിൽ PSLV SLVകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകരിക്കുന്നുണ്ട്, വിക്ഷേപണ വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ബെറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സംഭവങ്ങളിലേക്ക് നമ്മൾ പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയൊക്കെ പറഞ്ഞ് മറ്റു പല ഏജൻസികളും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡോക്ടർ രാജാ രാമണ്ണയുടെ കാര്യവും അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കാര്യവും എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ട് ആണവ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തികളായിരുന്നു. അതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആദര സൂചകമായിട്ടാണ് അബ്ദുൽ കലാം ദ്വീപ് എന്ന് പറഞ്ഞ ഒഡീഷയിലുള്ളത്. അത് എന്തുവായിരുന്നു? വീരദ്വീപ് എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. മിസൈൽ പരീക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ദ്വീപാണ്. പിന്നെ വിക്രം സാരാഭായിയുള്ള ആദര സൂചകമായിട്ടാണ് VSSC എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഏതാണ്? തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് ആ പേര് കൊടുത്തത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ എങ്ങോട്ട് വന്നടേ? നമ്മുടെ ബഹിരാകാശ ഗവേഷണങ്ങൾ അത് എത്രത്തോളം മുമ്പേ പോയി എന്നുള്ള കാര്യമാണ്. 2008 നമ്മൾ ചന്ദ്രയാൻ എങ്ങോട്ടേക്കാണ് അയച്ചത്? ചന്ദ്രൻ്റെ
ഇന്ത്യയുടെ ആദ്യ പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അതിൽ എവിടെ എത്തിക്കുക, അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഐഡിയ. ഇപ്പം കറൻലി നമ്മൾ എവിടെ ലാൻഡ് ചെയ്തു? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രിയാണ് ഇന്ത്യ. അതുപോലെ തന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി. അതുപോലെ തന്നെ നമ്മൾ മംഗൾയാൻ ചൊവ്വാ ദൗത്യം മംഗൾയാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിത്യ L1 എന്ന് പറഞ്ഞ് സൂര്യൻ്റെ കൊറോണയെ പറ്റി പഠിക്കാനായിട്ടുള്ളൊരു ദൗത്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ കറൻലി വരാൻ പോകുന്നത് ഗഗൻയാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബഹിരാകാശ മേഖലയിൽ നമ്മൾ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്ത മേഖല വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നൊരു 3 കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, 1964 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അദ്ദേഹത്തിൻ്റെതായിരുന്നു ഈ 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം. കറൻലി ഇപ്പോൾ നടപ്പാക്കുന്നത് നിലവിൽ വന്നത് 2020 നിലവിൽ വന്നിട്ടുള്ളത് 5+3+3+4 എന്ന് പറയുന്ന ഒരു രീതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിന് NEP ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന രൂപീകൃതമാകുന്നത് 1986 ആ നയപ്രകാരം മെയിനായിട്ട് പറയുന്നത് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കണം. അതുപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. നവോദയകൾ, ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. അതുപോലെ പ്രീ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം എന്താക്കണം? സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി അവർ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള നവംബർ 11 നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു പുസ്തകമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം എന്താക്കി, മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സാംസ്കാരിക മേഖല ഉണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയാണ് പിന്നെ ചർച്ച ചെയ്തത്. നമ്മൾ പല സാംസ്കാരിക സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. സംഗീത നാടക അക്കാദമി എല്ലാം ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. സംഗീത നാടക അക്കാദമി ഉണ്ട്, ലളിത കലാ അക്കാദമി ഉണ്ട്, സാഹിത്യ അക്കാദമി ഉണ്ട്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെ പലതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ ചെയർമാൻ്റെ കാര്യമൊക്കെ നമ്മളൊന്ന് പറഞ്ഞു പോയതാണ്. ഇനി വിദേശ നയം എന്ന് പറയുമ്പോൾ വിദേശ നയമാണ് പിന്നെ നമ്മൾ പറയുന്നത്. ഇന്ത്യ മറ്റു രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നയം, അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നയം, വിദേശ നയം എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താണ്? സാമ്രാജ്യത്വത്തോടും കോളനിയൽ വ്യവസ്ഥയോടും എതിർപ്പാണ് നമുക്കുള്ളത്. വംശീയവാദത്തോടുള്ള വിദ്വേഷമുണ്ട്. ഐക്യരാഷ്ട്രസഭയോട് നമുക്ക് വിശ്വാസമാണുള്ളത്. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പഞ്ചശീല തത്വങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നലുണ്ട്. അതുപോലെ ചേരിചേരായ്മ, രണ്ട് ചേരിയായി തിരിയുമ്പോൾ നമ്മൾ ആ 2 ചേരിയിലും പെടാത്ത ഒരു 3ാമത്തെ ഗ്രൂപ്പായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനി പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മളും ചൈനയായിട്ട് 1954 ഒപ്പുവെച്ച ഒരു കരാറാണ്. അത് നമ്മുടെ അതിർത്തി തർക്കം മൂലം ഉണ്ടായ ഒരു കരാറാണ്. അതിൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായുമായിട്ടാണ് ഒപ്പുവെച്ചത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക. അതുപോലെ പരസ്പരം ആക്രമിക്കല്, അതുപോലെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടരുത്, അതുപോലെ സമത്വവും പരസ്പര സഹായവും പുലർത്തണം, സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം പാലിക്കണം. ഇതൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, ആ ഒരു വിദേശ നയത്തിൽ പറയുന്നത്. പഞ്ചശീല തത്വങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ചൈനയുമായിട്ടാണ് ഒപ്പുവെച്ചതെങ്കിലും ഇന്ത്യ അത് എല്ലാ രാജ്യങ്ങളോടും ഈ ഒരു രീതിയാണ് പുലർത്തുന്നത്. പഞ്ചശീല തത്വങ്ങൾ പുലർത്താനാണ് നോക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.